എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് എക്സാമിൻ്റെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ +2 സ്റ്റുഡൻസിൻ്റെ കെമിസ്ട്രി പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ടഫായിരിക്കോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ട് ഒരു പ്രൊഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാമിൻ്റെ സെയിം പാറ്റേണിലായിരിക്കും നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ കൂടുതൽ സമയം നിങ്ങളത് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ വൺസ് അഗെയിൻ വെൽക്കം ടു വേദാന്ത മലയാളം. ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ, ബിക്കോസ് നിങ്ങളുടെ എന്താ പറയുക ആനുവൽ എക്സാമും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക, നമുക്ക് അപ്പോഴും അടിച്ചു പൊളിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ തൽക്കാലം നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം ഫസ്റ്റ് നമുക്കുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറയുന്നത് എന്താണ് എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. 1 to 5 ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മൊളാരിറ്റി. കാരണം മൊളാരിറ്റിന്റെ ഇക്വേഷൻ ആണ് എന്ത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എന്നുള്ളത്. കറക്റ്റ് അല്ലേ? ഇതേപോലെ നമ്മൾ വേറൊരാളെയും കൂടെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? മൊളാലിറ്റി. എന്താണ് അതിന്റെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ dissolved in kilogram of the solvent, so mass of the solvent in kg. ഇവർ രണ്ടുപേരും തമ്മിൽ ഡിഫറൻസ് കിട്ടിയല്ലോ. മൊളാരിറ്റീനെ ക്യാപിറ്റൽ എം വെച്ചിട്ടും മൊളാലിറ്റീനെ സ്മോൾ ലെറ്റർ എം വെച്ചിട്ടുമാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ ചോദിച്ച ആൾ ആരാണ്? മൊളാരിറ്റി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാൻതനൈഡ്സ്. ലാൻതനൈഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് +3 ആണ്. ലാൻതനോയിഡ്സിന്റെ എന്ത് വരുന്നത്? കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എത്രയാണ്? +3 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, റൈറ്റ് ദ നെയിം ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് വിച്ച് ക്യാൻ എഫക്ട് ദി ഫോളോയിങ് കൺവേർഷൻ. ഫോളോയിങ് കൺവേർഷൻ ഏതാണ്? CH3 CH ഡബിൾ ബോണ്ട് CH CH2OH എന്നുള്ളതിനെ ആ ഡബിൾ ബോണ്ടിന് ഒരു എഫക്റ്റും വരുത്താതെ CHO ആക്കി മാറ്റണം. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മുടെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് PCC. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം PCCക്ക് ആ ഒരു ഡബിൾ ബോണ്ടിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓക്സിഡൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്, PCC പോലത്തെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഈ ഒരു കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ A and B ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഫോളോയിങ് റിയാക്ഷനിലെ A എന്താണ്, B എന്താണ് എന്നാണ് ചോദിച്ചത്. എഗെയിൻ നമ്മൾ എന്താ പറയാൻ പറ്റും OCH3. നമ്മുടെ ഈഥർ ആണ് തന്നിട്ടുള്ളത്. ഈഥർ എന്ന് പറയുന്ന ഈ ഈഥറിനെ നമ്മൾ പ്രത്യേകം വിളിക്കുന്ന പേരാണെന്ത്? അനിസോൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിനെ നമ്മൾ HI ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിനോക്സൈഡ് അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോണ്ട് അല്ല ബ്രേക്ക് ആവുക, ഈ ബോണ്ടാണ്. കാരണം എന്താണ്? ഇവർക്കിടയിൽ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. സോ ഇതിനെ ബ്രേക്ക് ചെയ്യൽ എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ H+ഉം I-ഉം, ഇവിടെ O-ഉം CH3+. H ഇങ്ങോട്ട് പോകുന്നു, എന്തായിട്ട് മാറുന്നു? ഫീനോൾ ആയിട്ട് മാറുന്നു. സോ നമുക്ക് എനെ കിട്ടി. B എന്താണ്? CH3I ആണ്. സോ നമ്മുടെ A എന്ന് പറയുന്നത് ഫീനോൾ ആണ്, B എന്ന് പറയുന്നത് മീഥൈൽ അയോഡൈഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അയോഡോ മീഥൈൻ ആണ് എന്ത് നമ്മുടെ B എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മുടെ 5th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് ആർ ഗ്രിഗ്നാർഡ് റിയേജൻസ്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് എന്ത്? ഗ്രിഗ്നാർഡ് റിയേജൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെ മെഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെ മെഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് എന്ത്? RMgX, ദ വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്. ഒരുപാട് റിയാക്ഷന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടും നമ്മുടെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണെന്ത്? നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ് ക്വസ്റ്റ്യൻ എടാ? ഇനി നമുക്കുള്ളത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 8, 6 to 15 ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. 6 to 15 ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ്.
Next one, define rate of a chemical reaction and write any two factors influencing it എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Define the rate of a chemical reaction. എന്താണ് rate of a chemical reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ change in concentration of reactants or products with respect to ടൈം. കറക്റ്റ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നുള്ളത്. എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ടെമ്പറേച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അതിനെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ, റൈറ്റ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് n-1 d1 to 10 ns1 to 2. ഇതാണ് അവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. വൈ സിങ്ക് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്സ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാണ്? ദേ വിൽ ബി ഹാവിങ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ. ഇൻ ഏത് സ്റ്റേറ്റിലാണ്? പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലാണ് അവർക്ക് ഉണ്ടായിരിക്കുക. ഏതൊക്കെ സ്റ്റേറ്റിൽ, ഏതൊക്കെ സന്ദർഭത്തിലാണ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ അവർക്ക് ഉണ്ടായിരിക്കുക? വേഗം പറയൂ. അവരുടെ ന്യൂട്രൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അയോണിക് സ്റ്റേറ്റിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റിലുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ട്രാൻസിഷൻ എലമെന്റ് എന്ന് നമ്മൾ വിളിക്കുള്ളൂ. ഇനി നിങ്ങൾ സിങ്കിൽ നോക്കി നോക്കൂ. സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d10 4s2 ആണ്. ന്യൂട്രൽ സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി സിങ്കിന്റെ അയോണിക് സ്റ്റേറ്റ് ആയിട്ടുള്ള Zn2+ എഗെയിൻ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ഒരിക്കലും നമുക്ക് സിങ്കിനെ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് വിളിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സിങ്കിനെ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാത്തത്? കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Yes, next one. Grignard reagent is very much used in organic synthesis. Explain the necessary equation for the preparation of ethanol using Grignard reagent. Grignard reagent യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഥനോളിന് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എഥനോളിന് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ എടുക്കുന്നത് ഫോർമാൽഡിഹൈഡ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു കാർബണെ കിട്ടിയല്ലോ. ഇനി ഒരു കാർബൺ ഉള്ള നമ്മുടെ CH3MgX കൂടെ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആൽഡിഹൈഡ്സിൽ അല്ലെങ്കിൽ കാർബണൈൽസ് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്തും? അയോണൈസ് ചെയ്യും. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു അയോണൈസേഷനും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ CH3 ഈ കാർബണിന്റെ അടുത്തേക്ക് വരുന്നു, MgX ഓക്സിജന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ആദ്യം CH3ന് എഴുതാം. CH3 എങ്ങോട്ടാണ് പോകുന്നത്? CH2ന്റെ അടുത്തേക്ക്. അവിടെ വേറെ ആരുണ്ട്? OMgX ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ജസ്റ്റ് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ ഇങ്ങോട്ട് വരുന്നു, OH ഇങ്ങോട്ട് പോകുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? CH3 CH2OH plus MgOHX. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്തു. നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നമ്മൾ ഫോർമാൽഡിഹൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവും. അതിനെ വേറെ ഏതൊരു ആൽഡിഹൈഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ നമുക്ക് കിട്ടും. ഇനി നമ്മളൊരു കീറ്റോൺ ആയിട്ടാണ് അവരുടെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. വിത്ത് ദ സെയിം മെക്കാനിസം നമുക്കറിയാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരി നൈസ്. അപ്പോൾ CH3 നമ്മളൊരു ബെൻസീൻ റിംഗ് ഉണ്ട്. ആ ബെൻസീൻ റിങ്ങിന് CH2CH3 ഉണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് KMnO4 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഹീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നമുക്ക് എന്തായിരിക്കും അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ്? എന്താണ്? ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താ കിട്ടുന്ന പ്രോഡക്റ്റ്? ബെൻസോയിക് ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി 2CH3CHOന് ഞാൻ ഡൈല്യൂട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് റിയാക്ഷൻ ആണ്? ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. എന്താണ്? ആൽഡോൾ കണ്ടൻസേഷൻ ആണ് വരുന്നത്. ആൽഡോൾ കണ്ടൻസേഷനിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? നമ്മുടെ ആൽഡോൾ എങ്ങനെയായിരിക്കും? CH3CHOH CH2CHO ഇതായിരിക്കും നമ്മുടെ ആൽഡോൾ. ദെൻ അവിടുന്ന് 1 mol വാട്ടറിന് അവരെന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ എന്തായാലും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് CH3CH ഡബിൾ ബോണ്ട് CHCHO. ഇതായിരിക്കും നമ്മുടെ അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 2-bromopentane 1 2 3 4 5. ഓക്കെ, സോ 2-bromopentane എന്ന് പറയുമ്പോൾ നമുക്കിവിടെ CH3 CH2 CH2 CH3 ഇതാണ് നമ്മുടെ എന്ത് 2-bromopentane എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് എന്ത് KOH. ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് KOH എന്തിനാ നമ്മൾ എടുക്കുന്നത്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. എന്തിനാണ്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. എഗെയിൻ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടുന്ന് ബ്രോമിനും ഇവിടുന്ന് ഹൈഡ്രജനും ഒന്നുകിൽ പോവാം, അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രോമിനും ഈ ഹൈഡ്രജനും പോവാം. നമുക്കിവിടെ അവസാനം കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് Pent2ene എന്നാണ് പറയുന്നത്. എന്താ കിട്ടുന്നത്? Pent2ene ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് റൂളിന്റെ ബേസിസിലാണ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്നാണ് ചോദ്യം. ആ റൂളിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സെയ്റ്റ്സെഫ് റൂൾ എന്നാണ് നമ്മൾ പറയുക. അക്കോർഡിംഗ് ടു സെയ്റ്റ്സെഫ് റൂൾ എന്താ പറഞ്ഞത്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്നാണ് സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. എന്താണ്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദി മേജർ പ്രോഡക്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഇസ് ദ മേജർ പ്രോഡക്റ്റ് എന്നാണ് സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? Yes. Okay. So 2-bromopentane on treatment with alcoholic solution of KOH gives Pent2ene as a major product. States a rule which substantiate this reaction. ഏതാണ് ആ റൂള്? നമ്മുടെ സെയ്റ്റ്സെഫ് റൂൾ ആണ്. സെയ്റ്റ്സെഫ് റൂൾ പ്രകാരം according to സെയ്റ്റ്സെഫ് റൂൾ when dehydrohalogenation happen to an alkyl halide, more substituted alkene is the major product. Clear അല്ലേ? Okay അല്ലേ? Next one. ഐഡന്റിഫൈ ദി പ്രോഡക്റ്റ് A and B. ഓക്കെ, അപ്പൊ ക്ലോറിൻ ഉണ്ട്, ഇവിടെ നമ്മൾ HNO3 H2SO4. ഇത് എന്ത് മിക്സ്ചർ ആണ്? നൈട്രേഷൻ മിക്സ്ചർ ആണ് എന്ന് നമുക്കറിയാം. ക്ലോറിൻ ഒരു ഇതെന്താണ്? നമ്മുടെ ഹാലോ അരീൻസ് ഒരു ഡീആക്ടിവേറ്റിംഗ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ക്ലോറിൻ എന്താണ്? ഇലക്ട്രോൺസിന് അങ്ങോട്ട് വലിക്കുക ചെയ്യുക. സോ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ കുറക്കുന്ന ആളായതുകൊണ്ട് ഡീആക്ടിവേറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നു. ദെൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്, കാരണം ഇവിടുത്തെ റെസൊനൻസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണിത്. ഞാൻ അഗെയിൻ ഒന്ന് മാത്രം ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. യെസ്, ഇവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇങ്ങനെ നമുക്ക് ഇവിടെയും കിട്ടും ഇവിടെയും കിട്ടും. സോ ഓർത്തോ പാരാ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലോറോബെൻസീൻ എടുത്തിട്ട് നൈട്രേഷൻ മിക്സർ ഇട്ട് കഴിഞ്ഞാൽ, നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഓർത്തോ ക്ലോറോ നൈട്രോ ബെൻസീൻ. യെസ്, ഇവിടെ ക്ലോറിൻ, ഇവിടെ NO2, ഇതൊന്ന്. ദെൻ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇവിടെ ക്ലോറിൻ, ഇവിടെ NO2. ഇത് നമ്മുടെ അടുത്ത കോമ്പൗണ്ട്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്ട്സ്. ദിസ് വിൽ ബി A and B എന്ന് നമുക്ക് പറയാം. Next one. Rate the formation of NO in the following reaction. Okay, rate the formation of NO in the following reaction. Okay. Sorry, rate the formation of NO ആണ് തന്നിട്ടുള്ളത്. റിയാക്ഷൻ എന്താണ്? 4NH3 plus 5O2 gives 4NO plus 6H2O. ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ നമ്മളോട് പറഞ്ഞ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമുക്കറിയാം, നമുക്ക് തന്ന എന്താണ്? പ്ലസ് ആണ്. d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് NO ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം 1/4 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ എടുക്കേണ്ടതുണ്ട്. സോ 1/4 dNO/dt is equal to 3.6 into 10⁻³ ആണെന്ന് തന്നു. നമ്മളോട് ചോദിച്ചത് ഡിസപ്പിയറൻസ് ഓഫ് ഓക്സിജൻ കാണാനായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? -1/5 d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് O2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം ഇതിനെങ്ങനെയാക്കി മാറ്റാനായിട്ട് കഴിയും? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇവിടെ തന്നത്? 1 second. എന്താണ് സംഭവിച്ചേ? യെസ്, റെഡിയായി എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇതൊന്നും എനിക്കിനി വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, എനിവേസ്, അപ്പോൾ നമുക്ക് തന്ന എന്താണ്?
ഈ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് 3.6 × 10⁻³ എന്ന് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് ഇതാണ്. ഇതിന് ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് കാണാം? 1/4 × dNO/dt കണ്ടാൽ പോരെ. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1/4 ഓഫ് ദിസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, ഈ ഹോൾ വാല്യൂവിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. സോ ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്? ഈ 1/4 ഓഫ് dNO/dt എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്താണ്? യെസ്, 3.6 × 10⁻³ ഡിവൈഡഡ് ബൈ 4 ഞാൻ ചെയ്താൽ മതി ഈ വാല്യൂ കിട്ടാനായിട്ട്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.9 × 10⁻³ എന്ന് എഴുതാം. സോ ഈ -1/5 × DO2/dt is equal to 0.9 × 10⁻³ ആയതുകൊണ്ട് തന്നെ DO2/dt എന്ന് പറയുന്നത്, അല്ലെങ്കിൽ -DO2/dt എന്ന് പറയുന്നത് 0.9 × 5 × 10⁻³ ആണ്, അല്ലെങ്കിൽ 4.5 × 10⁻³ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എടാ ക്ലിയർ ആണോ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഓക്സിജൻ അല്ലേ ചോദിച്ചത്? ദാറ്റ് മീൻസ് -DO2/dt ആ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് 4.5 × 10⁻³ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ഒബേ റാവുൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിൽ റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഐഡിയൽ സൊല്യൂഷൻ. അതായത് റാവുൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കാണിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻസ്. Next one, which alkyl halide from the following pair will you expect to react more rapidly for SN2 മെക്കാനിസത്തിന് നമ്മുടെ ഓർഡർ വരുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ്. ഈ ഒരു തന്നിട്ടുള്ളത് എന്താണ്? പ്രൈമറി ആണ്. ഈ തന്നിട്ടുള്ളത് എന്താണ്? സെക്കൻഡറി ആണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈമറി ആയിരിക്കും ഇവിടെ കൂടുതൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം SN2ന്റെ റിയാക്ടിവിറ്റി ഓർഡർ വരുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ്. കാരണം പ്രൈമറിയിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ക്ലിയർ അല്ലേ? പ്രൈമറിയിൽ എന്താണ്? സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? Next one, transition elements show, just a minute, yes, transition elements show a variable oxidation state, give reason. Transition elements in the case il nammal nokkunna samayathu namakku endunde n-1 d1 to 10 NS1 to 2 ഇതാണല്ലേ അവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇവർക്ക് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ N-1Dയും NSഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ NSൽ നിന്നും NDയിൽ നിന്നുമുള്ള ഇലക്ട്രോൺസിന് എന്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന മാംഗനീസിനെ തന്നെ നമ്മൾ എന്തായിട്ട് എടുക്കാം? എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 3D5 ആണ് അവരുടെ എന്ത് വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. നമുക്ക് Mn2+ നമുക്ക് പോസിബിൾ ആണ്. Mn2+ അയോൺ എന്തായിരിക്കും? 3D5 ആയിരിക്കും. അതേപോലെ നമുക്ക് എന്തുണ്ടാക്കാം? Mn4+ ഉണ്ടാക്കാം. അതെന്തായിട്ട് മാറും? 3D3 അതായത് ഇവിടുന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ മാംഗനീസിന് +2 to +7 വരെ ഓക്സിഡേഷൻ പോസിബിൾ ആണ്. കാരണം ഈ എല്ലാ ഇലക്ട്രോൺസിനും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും? റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. അതായത് ഡി ഓർബിറ്റലും ഓക്സിഡേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നമുക്കുള്ളത്. എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 25 ആണ് നമ്മൾ ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. SN1 ഉണ്ട്, SN2. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്യുലാർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇതെന്താണ്? ബൈമോളിക്യുലാർ. ദാറ്റ് മീൻസ് ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഇവിടെ? RXന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ ആണെങ്കിലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RXന്റെ കോൺസെൻട്രേഷൻ ആൻഡ് ഓൾസോ ഓൺ ദ ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ അല്ലേ? ഈ SN1 റിയാക്ഷൻ 2 സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. ഇത് സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ് എന്ന് നമുക്കറിയാം.
ഓക്കെ അല്ലെ? ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് എ കാർബോകാറ്റയോൺ. ഇവിടെ നോ ഇന്റർമീഡിയറ്റ് ആണ്, ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് നമുക്കറിയാം. SN1ന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും tertiary greater than secondary greater than primary, whereas in SN2 it is primary greater than secondary greater than tertiary. ഇതൊക്കെ ഇവരുടെ എന്താണ്, ഇവരുടെ ഡിഫറൻസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ പോളാർ പ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിൽ നടക്കുന്നതാണ് എന്ത്, SN1 റിയാക്ഷൻ. വെറാസ് പോളാർ എപ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിൽ നടക്കുന്നതാണ് എന്ത്, SN2 റിയാക്ഷൻ. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? DMSO അല്ലെങ്കിൽ അസറ്റോൺ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആൽക്കഹോള്, വാട്ടർ, ഇതൊക്കെ നമ്മൾ ഇവിടെ SN1ന്റെ കേസിൽ പറയാറുണ്ട്. റൈറ്റ്? ക്ലിയർ? Next one. Identify the oxidation state and coordination number of the central metal ion in the following complex. നമുക്ക് തന്നത് CONH3 6 times Cl3 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫസ്റ്റ് കാണാൻ പറഞ്ഞു. സോ എക്സ് എന്ന് ഞാൻ എടുക്കുകയാണ്. 6 × 0 = +3, whereas x is equal to 3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞു, +3 ആണ്. കോഓർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡറി വാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. 6 അമോണിയ ആയിട്ട് ഓരോ അമോണിയും ഓരോ ബോണ്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ കോഓർഡിനേഷൻ നമ്പർ വരുന്നത് എത്രയാണ്, 6 ആണ് കോഓർഡിനേഷൻ നമ്പർ വരുന്നുണ്ടായിരിക്കുക. സോ ഇത് രണ്ടും നമ്മൾ എഴുതിയല്ലോ. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഫോർമുല എഴുതാനാ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ എഴുതുമ്പോൾ ആദ്യം പോസിറ്റീവ് എൻറ്റിറ്റി ആണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ ടെട്രാമൈൻ, അതായത് നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് ആദ്യം വരുന്നത്. ദെൻ പുറത്താണ് നമ്മുടെ ക്ലോറിൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ടെട്രാമൈൻ അക്വാ ക്ലോറിഡോ കൊബാൾട്ട് എന്ന് പറയുമ്പം കൊബാൾട്ട് ഉണ്ട്. ടെട്രാമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ വാട്ടർ ഉണ്ട്. ദെൻ നമുക്കൊരു ക്ലോറിൻ ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് 3 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവർക്ക് അമോണിയക്ക് ഇല്ല, ഹൈഡ്രജൻ ഇല്ല. ക്ലോറിൻ എന്തുണ്ട്, -1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 ക്ലോറിൻ ഉണ്ട് എന്നല്ല അർത്ഥം. കാരണം ഇവിടെ 4 ക്ലോറിൻ -4 ഉണ്ടെങ്കിൽ, ഓക്കെ അല്ലേ? ഇവിടെ 4 എണ്ണം ഉണ്ടാവില്ല, 2 എണ്ണേ നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. 2 എണ്ണേ ഉണ്ടാവുള്ളേ. യെസ്, 2 ക്ലോറിൻ. ഓക്കെ, അപ്പൊ ഇവിടെ -2 ആണ് ടോട്ടൽ ചാർജ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്, +2 ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് എഴുതാൻ പറ്റും x പ്ലസ് അമോണിയന്റെ 0 പ്ലസ് വാട്ടറിന്റെ 0 പ്ലസ് ക്ലോറിന്റെ -1 = 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോഴേ നമുക്ക് x = എന്ത് കിട്ടുള്ളൂ, 3 കിട്ടുള്ളൂ. x = 3 ആണ് എന്ന് നമുക്ക് ഇവിടെ തന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പുറത്ത് 2 ക്ലോറിൻ ആണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. യെസ്. ദെൻ ബി, പൊട്ടാഷ്യം ടെട്രാഹൈഡ്രോക്സിഡോ സിങ്കേറ്റ് 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പൊട്ടാഷ്യം ആണ് പുറത്തുള്ളത് എന്ന് മനസ്സിലായി. എത്ര പൊട്ടാഷ്യം ഉണ്ട് നമുക്കറിയില്ല. സിങ്ക് ആണ് ഉള്ളിലുള്ളത്. ടെട്രാഹൈഡ്രോക്സിഡോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. OH 4 ടൈംസ് ആണുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് സിങ്കിന്റെ എത്രയാന്ന് പറഞ്ഞു, 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിങ്കിൻ്റെത് 2 ആണ്, നമ്മുടെ ഹൈഡ്രോക്സൈഡിൻ്റെത് -1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ -1 × 4 ഇവിടെ എത്രയാ വരിക 2 - 4 എന്ന് പറയുമ്പോൾ -2 ആണ് ഇവിടുത്തെ ടോട്ടൽ ചാർജ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ +2 ഇവിടെ കൊടുക്കണം, വിച്ച് ഈസ് പൊട്ടാഷ്യം K2 ആയിരിക്കും നമുക്ക് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ല? നമ്മൾ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമുക്ക് -2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പുറത്ത് +2 ആയിരിക്കും. അതേപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടി എത്രയാണെന്നുള്ളത് 3 - 1 വിച്ച് ഈസ് = 2 ആണ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പുറത്ത് 2 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, 2 നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അതാണ് 2 ക്ലോറിൻ. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Next one. What is lanthanoid contraction and give any 2 consequences? Lanthanoid contraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ atomic radii, similarity in atomic radii in case of ആരെ കേസിലാണ്, 4D and 5D സീരീസിലെ അറ്റോമിക് റേഡിയൈന്റെ സിമിലാരിറ്റിനെയാണ് നമ്മൾ ലാൻത്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു പുവർ ഷീൽഡിങ് ഓഫ് 4f ഓർബിറ്റൽ. 4f ഓർബിറ്റൽസിന്റെ പുവർ ഷീൽഡിങ് ആണ് ഇതിന് കാരണം എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം പുറത്തുള്ള ഓർബിറ്റൽസിനെ മെല്ലെ ഷീൽഡ് ചെയ്തിട്ട് ന്യൂക്ലിയസിന് വളരെ സ്ട്രോങ് ആയിട്ട് പുറത്തുനിന്ന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്തു, സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കാരണം.
അതുകൊണ്ടാണ് അവരുടെ സൈസ് എന്ത് ഇത് കുറഞ്ഞു പോയത്. അതിന്റെ കോൺസിക്വൻസ് ആക്കി നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, അവരുടെ അറ്റോമിക് റേഡിയായി അല്ലെങ്കിൽ അയോണിക് റേഡിയായി സിമിലർ ആയി. അപ്പൊ എന്തായി, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും എന്തായി, സിമിലർ ആയി. കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയി. അവരെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എന്താണ്, ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ഇതാണ് നമ്മുടെ 18th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അഥവാ ലാംഡ എം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളത്. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ 0 ആവുന്ന സമയത്ത്, കോൺസെൻട്രേഷൻ 0 ആവുന്ന സമയത്ത് അവർക്കുള്ള അവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നെയിം ദ ലോ വിച്ച് ഹെൽപ്പ് us to determine the limiting molar conductivity of an electrolyte. അത് ഏത് ലോ ആണെടാ? കോഹിൽ-റാഷസ് ലോ ആണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലോ. ആ ലോ പ്രകാരം പറയുന്ന എന്താണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിന്റെ സമ്മിന് ഈക്വൽ ആണ് എന്നാണ് ആര് പറഞ്ഞത് കോഹിൽ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കാറ്റയോണും ആനയോണും ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് കോഹിൽ-റാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, 2 students wrote the electronic configuration of chromium as shown below. നമുക്ക് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുള്ളത്. പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് ഇതാണെന്ന് പറയാം. ദാറ്റ് ഈസ് ഡ്യൂ ടു ജസ്റ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ആരുടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ്, extra stability of half filled electronic configuration. Half filled electronic configurationും completely filled electronic configurationും എന്തുണ്ട് ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ഇവിടെ നമ്മുടെ 3d4 4s2 നിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെയും എനർജിയിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും, എസ് എന്ന ഒരു ഇലക്ട്രോൺ ഈ ഡിയിലേക്ക് വന്നിട്ട് 4s1 3d5 എന്ന് പറയുന്ന മോർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് അവര് മാറാനായിട്ട് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വൺ ആണ് എന്ത് കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമ്മൾ പറയാനായിട്ടുള്ള റീസൺ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഇവരുടെ ഒക്കെ ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് മോർ പാരാമാഗ്നറ്റിക്. സ്കാൻഡിയം 3+. നമുക്കറിയാം സ്കാൻഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, സ്കാൻഡിയം വെറുതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3d1 4s2 ആണ്. അങ്ങനെയാണെങ്കിൽ സ്കാൻഡിയം 3+ന്റെ എന്താണ് 3d0 4s0, n equal to 0. So mu equal to under root n into n+2 which is also equal to 0. ഓക്കെ അല്ലേ? ഇനി Mn2+ ആണെങ്കിലോ, Mn2+ ആണെങ്കിൽ 3d5 4s0 ആണ് ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? n equal to 5 എന്ന് നമുക്ക് കിട്ടും. mu equal to under root 5 into 7 which is under root 35 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അയൺ 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം മാംഗനീസ് അയൺ 26 ആണ്. 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ കിട്ടും 3d5 4s0 എന്നുള്ളത്. 4s2 3d6 ആണ് ഉണ്ടായിരിക്കുക. കറക്റ്റ്? ക്ലിയർ? യെസ്. ഓക്കെ, സോ നമുക്ക് കിട്ടും 4s0 3d5 അഗെയിൻ n equal to 5 mu equal to under root 35 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ സ്കാൻഡിയത്തിന് ഇവിടെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല, ഒന്നുമില്ല, ഒരു ഡി ഇലക്ട്രോൺ പോലും ഇവിടെ ഇല്ല. മാംഗനീസിനും അയണിനും ഒരേ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺവേർഷൻസ് ആർ ഇഫക്റ്റഡ്? അതായത് എങ്ങനെയാണ് ഈ ഒരു കൺവേർഷൻ നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്തായിരുന്നു, ബെൻസീൻ ആയിരുന്നു. ബെൻസീനെ നമ്മൾ ഒലിയമായിട്ടാണ് ഇവിടെ ആദ്യം എന്ത് ചെയ്തത്, ട്രീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ H2S2O7 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഇതിനെന്താക്കി മാറ്റി, SO3H ആക്കി മാറ്റി. ഈ SO3Hനെ ഇനി ഫീനോൾ ആക്കാനായിട്ട് നമ്മൾ എന്തോ ആയിട്ട് റിയാക്ട് ചെയ്യണം, NaOH ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കണം. ഇവരെന്തായിട്ട് മാറും, ഫീനോൾ ആയിട്ട് മാറും ത്രൂ എ സീരീസ് ഓഫ് റിയാക്ഷൻസ്. കറക്റ്റ് അല്ലേ?
ക്ലിയർ അല്ലേ? ആദ്യം നമുക്കറിയാം, ആദ്യം ഇത് SO3 Na ആയിട്ട് മാറും, ദെൻ അഗെയിൻ ഒരു NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു SO2 ഇവിടുന്ന് പോയിട്ട് അത് ONa ആയിട്ട് മാറും. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണ് ഇവർ എന്തായിട്ട് മാറുന്നത്? ഫീനോൾ ആയിട്ട് മാറുന്നത്. ആ റിയാക്ഷൻ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഇനിയും പറയുന്നില്ല. ഓക്കെ, ഇനി ബി പറയുന്നത് നമ്മളോട് എന്താണ് ഇങ്ങനെ ഒരു CH3 ഇതിനെ നമ്മൾ ആദ്യം ഓക്സിജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് പെറോക്സോ ഒരു കോമ്പൗണ്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. CH3 ഇവിടെ നമ്മുടെ CH ഇല്ല, ജസ്റ്റ് എ മിനിറ്റ്. യെസ്, ഓക്കെ, ഇവിടെ CH3 ഇവിടെ ഒരു O, ഇവിടെ ഒരു O, ഇവിടെ ഒരു H എന്നുള്ള രീതി നമുക്ക് കിട്ടും. വിച്ച് ഈസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്തായിട്ട് മാറും? ഇവര് അസറ്റോൺ ആയിട്ട് റിമൂവ് ചെയ്യും, OH ഇങ്ങോട്ട് വരും. എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? ഫീനോള് കിട്ടും. പ്ലസ് ആരെ കിട്ടും? CH3 COCH3 നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അസറ്റോണിന് നമുക്ക് എന്ത് കിട്ടും? ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ നമ്മൾ ഓക്സിജൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത് NaOH ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. യെസ്, നെക്സ്റ്റ് വൺ. റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ റെപ്രസെന്റിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൊപ്പൈൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ഈഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? CH3CH2O ടെർഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 ഇതിനെ വില്യംസൺ സിന്തസിസ് പ്രകാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചോദ്യം. വില്യംസൺ സിന്തസിസിൽ നമുക്കറിയാം, നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡിനെയും ഒരു RONA നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇതിൽ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഓൾവേസ് എന്തായിരിക്കണം? പ്രൈമറി ആയിരിക്കണം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എന്തായിരിക്കും? ഇയാളായിരിക്കും. സോ CH3CH2CH2X പ്ലസ് എന്താണ്? CH3CCH3CH3ONA ഇവരെ രണ്ടുപേരെയും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈഥർ ആണ് ഈ പറയുന്ന എന്ത്? പ്രൊപ്പൈൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ഈഥർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സോ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങാനും ടെർഷ്യറി ആണെങ്കിൽ ഇവിടെ എന്താ നടക്കുക? ഇവിടെ ആൽക്കീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനെ നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ക്ലെമൻസൺ റിഡക്ഷൻ ആൻഡ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ റിയാക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ? അതായത് നമ്മൾ എന്തിനെ എടുക്കുന്നത്? ഒരു C+O ഗ്രൂപ്പിനെ ഞാൻ സിങ്ക് അമാൽഗം ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനെ CH2 ആക്കി മാറ്റുന്ന ഈ ഒരു റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്ലെമൻസൺ റിഡക്ഷൻ റിയാക്ഷൻ. എഗെയിൻ അനദർ കാർബണൈൽ കാർബണിനെ ഞാൻ ആദ്യം ഹൈഡ്രസീനായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഫോളോഡ് ബൈ റിയാക്ഷൻ വിത്ത് എന്താണ്? യെസ്, ഇൻ പ്രസൻസ് ഓഫ് എന്ത്? KOH ആൻഡ് എത്തിലീൻ ഗ്ലൈക്കോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യിപ്പിക്കും. എന്തായിട്ട് മാറും? ഇവരും CH2 ആയിട്ട് മാറും. ഇതാണ് എന്ത്? നമ്മുടെ ക്ലെമൻസൺ റിയാക്ഷനും നമ്മുടെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ റിയാക്ഷനും നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Next question. Aldehydes undergo nucleophilic addition reaction. Give the following reactions of acetaldehyde. Nucleophilic addition reactions അവർ തരുന്നുണ്ട് നമുക്കറിയാം. ഫോളോയിങ് റിയാക്ഷൻസ് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3CHO. ഇവർ മെഥനോൾ ആയിട്ടുള്ള റിയാക്ഷനാണ് ചോദിച്ചത്. സോ നമുക്കറിയാം CH3CHO ആൽക്കഹോൾ ആയിട്ടുള്ള നമ്മുടെ CH3OH ഇൻ പ്രസൻസ് ഓഫ് HCl ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റാൽ ഫോം ചെയ്യും. ആദ്യം ഹെമി അസറ്റാൽ ഫോം ചെയ്യും, എന്നിട്ടത് എന്തായിട്ട് മാറും? കംപ്ലീറ്റ് അസറ്റാൽ ആയിട്ട് മാറും എന്നുള്ള കാര്യം. സോ എന്താ ആദ്യം ഫോം ചെയ്യുക? CH3CHO ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? CH3CHO എന്ന് പറയുന്ന അസറ്റാൽ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്. ഇനി ഹൈഡ്രജൻ സയനൈഡ് ആയിട്ട് ഇവർ റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? CH3CHO പ്ലസ് HCN. എങ്ങനെ ഇവർ റിയാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? C3C+OH പ്ലസ് HCN. ആദ്യം ഇങ്ങോട്ട് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. സയനൈഡ് ഇവിടെ വരുന്നു, ഹൈഡ്രജൻ ഇവിടെ വരുന്നു. സയനോഹൈഡ്രിൻ ആണ് ഇവിടെ ഉണ്ടാവുക. CH3COH CHCN. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? സയനോഹൈഡ്രിൻ. ഓക്കെ,
ക്ലിയർ. ഇനി ഹൈഡ്രസീൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് CH3C ഡബിൾ ബോണ്ട് OH. ഞാൻ ഹൈഡ്രസീൻ എന്ന് പറയുന്ന ആരാണ്? NH2 ആണ് ഹൈഡ്രസീൻ വരുന്നത്. ഇവർ 1 മോളിക്യൂൾ ഓഫ് വാട്ടറിനെ ഇവിടുന്ന് ഈ H2ഉം ഒരു ഓയും കൂടെ റിമൂവ് ചെയ്യും. എന്നിട്ട് അവര് CH3CH ഡബിൾ ബോണ്ട് NH2 ആയിട്ട് മാറും. ദിസ് ഇസ് വാട്ട് ഈസ് നമ്മുടെ ഹൈഡ്രസോൺ പ്രോഡക്റ്റ് കിട്ടുന്നത്. എന്താണ്? ഹൈഡ്രസോൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഈഥൈൽ ഹൈഡ്രസോൺ എന്ന് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, യെസ്, ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഹൗ വിൽ യു പ്രിപ്പയർ ദ 3 ടൈപ്പ് ഓഫ് ആൽക്കഹോൾ യൂസിങ് Grignard റിയേജന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് HCHOനെ ഞാൻ RMGX ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്? HC ഡബിൾ ബോണ്ട് OH RMGX ആയിട്ട് ട്രീറ്റ് ചെയ്യുക. R-MgX+. ഇവിടെയാണെങ്കിൽ O-C+. R- കാർബണിന്റെ അടുത്തേക്ക് വരുന്നു, MgX ഓക്സിജന്റെ അടുത്തേക്ക് പോകുന്നു. ഇവരെന്തായിട്ട് മാറും? RCH2OMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഇവരെന്തായിട്ട് മാറും? RCH2OH MgOHX ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ RCHO എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആൽഡിഹൈഡിനെ എടുത്തിട്ട് R-MgX ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ട്രീറ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. എന്താണ്? എഗെയിൻ RC ഡബിൾ ബോണ്ട് OH പ്ലസ് R-MgX. എഗെയിൻ ഇവരെന്ത് ഫോം ചെയ്യും? RC R- എന്താണ്? HOMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. നമുക്ക് കിട്ടുന്നത് RCHR. ദെൻ നമുക്ക് എന്ത് കിട്ടും? OH കിട്ടും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി, ഇവിടെ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടി. ഓക്കെ, ഇനി ഞാൻ കീറ്റോൺ എടുക്കുകയാണ്. RC ഡബിൾ ബോണ്ട് OR- പ്ലസ് R-MgX ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ RC ഡബിൾ ബോണ്ട് R- പ്ലസ് R-MgX. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ R ഇങ്ങോട്ട് വന്നു, MgX ഇങ്ങോട്ട് പോയി. അതേപോലെ ഇവിടെ R-, ഇങ്ങോട്ട് വരുന്നു, MgX ഇങ്ങോട്ട് പോകുന്നു. എന്ത് വരും? RC R- R-OMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. നമുക്ക് എന്ത് കിട്ടും? RC R- R-OH അഥവാ ഒരു ടേർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്ത്? Grignard റിയേജന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ആൽക്കഹോൾസ് നമ്മൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 26 to 30. അതായത് 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഏതെങ്കിലും 4 എണ്ണത്തിന് ആൻസർ കൊടുത്താൽ മതി. ഹൗ വിൽ യു പ്രിപ്പയർ എത്തനോൾ കമേഴ്ഷ്യലി? എത്തനോളിനെ നമ്മൾ എങ്ങനെയാണ് കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് എത്തനോളിനെ കമേഴ്ഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക? യെസ്, ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കമേഴ്ഷ്യലി എത്തനോളിനെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഫെർമെന്റേഷൻ, ഷുഗർ കെയിൻ, ഇങ്ങനത്തെ ഓരോന്നിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? മൊളാസസ്, ഇതിൻ്റെയൊക്കെ ഫെർമെന്റേഷൻ വഴി, അതായത് നമ്മുടെ എന്താ പറയുക, ഗ്ലൂക്കോസും സുക്രോസിൻ്റെ ഒക്കെ സൈമേസിൻ്റെ പ്രസൻസിൽ ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? കമേഴ്ഷ്യലി നമ്മൾ എത്തനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. കമ്പയർ ദ അസിഡിറ്റി ഓഫ് എത്തനോൾ ആൻഡ് ഫീനോൾ എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അസിഡിറ്റി ഓഫ് എത്തനോളും ഫീനോളിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? എത്തനോളിന്റെ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ. എത്തനോളിന്റെ കേസിൽ +I ഇഫക്റ്റ് ഉള്ള ഈ എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇവിടെ നമുക്കുള്ളത്. +I ഇഫക്റ്റ് ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പാണുള്ളത്. അതെന്ത് ചെയ്യും? പൊളാരിറ്റിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കും. പൊളാരിറ്റി ഡിക്രീസസ്, സോ അസിഡിറ്റി ഓൾസോ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ഫീനോളിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിലോ ഇവിടെ എന്തുണ്ട്? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബെൻസീൻ റിങ്ങിന് എന്തുണ്ട്? ഇലക്ട്രോണിനെ വിഡ്രോയിങ് എഫക്റ്റ് ആണുള്ളത്. ഇലക്ട്രോണിന്റെ വിഡ്രോയിങ് എഫക്റ്റ് ഉള്ളത് കാരണം പൊളാരിറ്റിക്ക് എന്ത് സംഭവിക്കും? പൊളാരിറ്റി ഇൻക്രീസസ്, അസിഡിറ്റി ഓൾസോ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫീനോൾ ഇസ് മോർ അസിഡിക് ദാൻ എത്തനോൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എത്തനോളിന് നമ്മൾ 2 റിയാക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എത്തനോൾ എന്ന് പറയുമ്പോൾ CH3
CH2OH. രണ്ട് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മൾ ഒന്ന് 443 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുന്നു, ഒന്ന് 413 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുന്നു. രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. 443 ആണെങ്കിൽ ഇവർ ഫോം ചെയ്യുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഡീഹൈഡ്രേഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. 413 കെൽവിനിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഈഥർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. CH3 CH2 OCH2 CH3 എന്ന് പറയുന്ന ഈഥർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, CH3CHO നമ്മൾ ഡൈല്യൂട്ട് NaOH പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് വിൽ ബി CH3CH ഡബിൾ ബോണ്ട് CH2CHO. ഇതായിരിക്കും നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കുക? നമ്മുടെ ഈ CH3CHOന്റെ റിഡക്ഷൻ ആണ് നടക്കുക. അവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക CH3CH2OH എന്ന് പറയുന്നത് നമ്മുടെ എഥനോളിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. LiAlH4 ഇട്ടാൽ എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? CH3CH2OH കിട്ടും. NH2OH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? CH3CH ഡബിൾ ബോണ്ട് NOH ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. Okay, yes. 28th question. Explain the structural isomerism of coordination compounds with examples. 4 structural isomers ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? Ionization isomerism, linkage isomerism, coordination isomerism, then നമ്മുടെ സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം. അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗാൻഡും കൗണ്ടർ അയോണും തമ്മിൽ എന്താ പറയുക, ഇന്റർചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയാം. അറൈസിംഗ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻഡ്സ് ബിറ്റ്വീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി കോഓർഡിനേഷൻ സ്ഫിയർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിങ്കേജ് ഐസോമറിസം ആണ്. ലിങ്കേജ് ഐസോമറിസം അറൈസിംഗ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആംബിഡന്റേറ്റ് ലിഗാൻഡ്സ്. ആംബിഡന്റേറ്റ് ലിഗാൻഡ്സ് ആദ്യം നൈട്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു, ദെൻ ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് എന്ത്? ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി സോൾവേറ്റ് ഐസോമറിസം ആണെങ്കിലോ നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസ് ഇവിടുന്ന് എന്ത് ചെയ്യാണ്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആയിട്ട് പുറത്ത് വരികയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം. വാട്ടർ ആണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെർട്ടിക്കുലർലി ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻറ്റിറ്റികൾ അവരുടെ ലിഗാൻഡിനെ ഇന്റർചേഞ്ച് ചെയ്യാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് നമ്മുടെ കോഓർഡിനേഷൻ ഐസോമറിസം. എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻഡ് ബിറ്റ്വീൻ ദ കാറ്റയോണിക് ആൻഡ് ആനയോണിക് പാർട്സ്. 29. Draw a vapor pressure curve by plotting vapor pressure against mole fraction for an ideal solution. Ideal solution ആണെങ്കിൽ അവരുടെ വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് നമുക്ക് വരക്കാം. ഇത് നമ്മുടെ എന്താ പറയുക, ഒരാളത് ഇങ്ങനെ കൂടിയിട്ട് കുറഞ്ഞു വരികയാണ്, ഒരാളത് കുറഞ്ഞിട്ട് കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വേപ്പർ പ്രഷർ പി ടോട്ടൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. എന്റെ വേപ്പർ പ്രഷർ ഇതാണ്, ബിന്റെ വേപ്പർ പ്രഷർ ഇതാണ്. ഇവിടെ എന്റെ കോൺസെൻട്രേഷൻ 0 ആണ്, മോൾ ഫ്രാക്ഷൻ 0 ആണ്, ബിൻ്റെത് 1 ആണ്. ഇവിടെ ആണെങ്കിലോ എൻ്റെത് എന്താ പറയുക, സോറി, ഇവിടെ എൻ്റെത് 1 ആണ് കേട്ടോ, ബിൻ്റെത് 0. യെസ്, ഓക്കെ, ബിൻ്റെത് 0 ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്, കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് എന്ത്? P0A. ഇതാണ് എന്ത്? P0B. ഇതാണ് ഐഡിയൽ സൊല്യൂഷന്റെ കേസ്. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ഇവർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സെയിം ഗ്രാഫിൽ തന്നെ ഞാൻ വരക്കാം. പോസിറ്റീവ് ഡീവിയേഷൻ ആണ് അവർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഗ്രാഫുകളെല്ലാം ഇങ്ങനെയായിട്ട് മാറും. യെസ്, ഓക്കെ, ഇതെല്ലാം ഇങ്ങനെയായിട്ട് മാറും. ഇതാണ് എന്ത്? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എങ്ങനെയായിട്ട് മാറും? ഒന്നിങ്ങനെ, അടുത്തതിങ്ങനെ, അടുത്തതിങ്ങനെ. ഈ ബ്ലൂ കളറാണ് എന്ത്? നമ്മുടെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞു, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് മേജർ പ്രോഡക്റ്റ് എന്ന ഫോളോയിങ് റിയാക്ഷൻ. ഇത് പ്രിപ്പറേഷൻ ഓഫ് നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ആയതുകൊണ്ട് തന്നെ ക്ലോറിൻ അവിടെ ചെന്ന് ആഡ് ചെയ്യപ്പെടും, അല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. CH3 CH2Cl ആയിരിക്കും ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ്. ആൽക്കീനിൽ HBr ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്? ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വിൽ ബി CH3 CH2 CH2Br ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റോണും ഹീറ്റും ഏത് റിയാക്ഷൻ ആണ്? ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ ആണ് പറയുന്നത്. നമ്മുടെ അയോഡൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ്. CH3 CH2 CH2I ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ് ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഡൗട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റ് ഇടരുത്. എന്താണ് ഡൗട്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഇടാം കേട്ടോ. യെസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാര്യം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇനിയും കുറച്ചും കൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വീക്ക് ക്വിസ് നടത്തുന്നുണ്ട്. ഇതിന്റെ നമ്മളിപ്പോൾ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ഒരു വീക്ക് ക്വിസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ വേഗം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയിട്ട് ആ ഒരു ക്വിസും കൂടെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ. യെസ്. So that's it from my end for today. This is me Shibala signing off from Vedantu Malayalam. See you again another day with another topic. Till then, tata and bye bye. All the best for your exam. എല്ലാവരും അടിച്ചു പൊളിച്ച് ഉഷാറാക്കി എക്സാം എഴുതാനായിട്ട് നോക്കാം. That's it. Bye.